കേരള വിഷൻ ന്യൂസ് വാർത്താവേള തുടങ്ങുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യുക. പ്രധാന വാർത്തകൾ. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കരാർ കമ്പനിയെ പ്രതിരോധത്തിലാക്കി കോർപ്പറേഷന്റെ കത്തുകൾ പുറത്ത്. തീപിടിക്കാൻ സാധ്യതയുണ്ടെന്നും അഗ്നിരക്ഷാ മാർഗങ്ങൾ കമ്പനിക്കില്ലെന്നും കത്തിൽ. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി നാടുവിട്ടോ എന്നും ചോദ്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രത്യക്ഷ സമരത്തിലേക്ക്. കോഴിക്കോട് ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം. മാർച്ച് 17 സംസ്ഥാന വ്യാപകമായ ഡോക്ടർമാർ ചികിത്സ മുടക്കി പ്രതിഷേധിക്കും. ആശുപത്രികളെ സംരക്ഷിത മേഖലകളാക്കി പ്രഖ്യാപിക്കണമെന്ന് IMA. സംസ്ഥാനത്ത് അംഗീകൃതമല്ലാത്ത കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നടപടി. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന നടത്തും. വേനൽക്കടുത്തതോടെ സംസ്ഥാനത്ത് വ്യാപകമായി തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കും. തീപിടുത്തങ്ങളെ പ്രതിരോധിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് അഗ്നിരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം. ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിതയെ ED ചോദ്യം ചെയ്യുന്നു. അറസ്റ്റുണ്ടായാൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് ചന്ദ്രശേഖർ റാവു. ED ആസ്ഥാനത്ത് നിരോധനാജ്ഞ. പ്രതിഷേധവുമായി BRS പ്രവർത്തകർ. സഭാ തർക്കം പരിഹരിക്കാൻ ചർച്ച നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടപടികൾ സ്വീകരിക്കുന്നത് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. സർക്കാർ ആരെയും ശത്രുവോ മിത്രമോ ആക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ. മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എത്തിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ ഭീഷണി. തിരുവനന്തപുരം ആനാട് കുടുംബശ്രീ പ്രവർത്തകർക്ക് വേങ്ങല വാർഡ് മെമ്പർ അയച്ച ഓഡിയോ സന്ദേശം പുറത്ത്. 12-ാം തീയതി നമ്മുടെ പഴകുട്ടി പാലത്തിന്റെ ഉദ്ഘാടനമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നു. 4:30 മണിക്ക് പഴകുട്ടിയിൽ എത്തിച്ചേരുക. വരാത്തവരിൽ നിന്നും ഭീഷണി. നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്ന പരിപാടിയിലെത്താൻ.